നമസ്കാരം മോഹൻ വർഗീസ് സാർ. യെസ്. നമ്മുടെ കേരള രാഷ്ട്രീയം ഇന്നൊരു നാടകമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ നാടകങ്ങൾ നമ്മുടെ ഓരോ വേദിയിലും അരങ്ങേറുന്നു. അവസാനമായി നമ്മൾ കണ്ടത് വീണ ജോർജിന്റെ ഒരു പ്ലാറ്റ്ഫോം ഷോയാണ്. അപ്പൊ അതിൽ അവർക്ക് ഗുരുതരമായ പരിക്കേറ്റു, കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് ഗൗതം മാഷ് തന്നെ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് CPM ഇനി അധികം പുറകോട്ട് പോകാനും പറ്റില്ല. എന്നാൽ ഗുരുതരമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് കണ്ണൂര് പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാർ മാർഗം ICUവിൽ കിടന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കാർ മാർഗം പത്തനംതിട്ട വരെ ഏതാണ്ട് 7 മണിക്കൂർ വണ്ടി ഓടിച്ച് അവിടെ എത്തി വിശ്രമിക്കുന്നു. അപ്പൊ കഴുത്തിന് ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാളിന് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിയുമോ? ഇതെന്താണ് സാർ? ഇത് നാടകമാണോ അതോ ഇത് ഇലക്ഷൻ സമയത്തെ സ്ഥിരം ചില സ്റ്റണ്ടുകളാണോ? ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയുന്നില്ല എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ ധരിക്കുന്നുണ്ടോ? എന്താണ് സാർ സാറിന്റെ അഭിപ്രായം? വേണു സാർ, ചില വ്യക്തികൾക്കും ചില പാർട്ടികൾക്കുമൊക്കെ ചില അത്ഭുത സിദ്ധികളുണ്ട്. അങ്ങനെ ഒരു വലിയ സിദ്ധിയുള്ള ഒരു പാർട്ടിയാണ് CPI മാർക്സിസ്റ്റ്. ആ പാർട്ടിയെക്കുറിച്ച്, ഈ സിദ്ധിയെക്കുറിച്ച് ഈ പാർട്ടിക്ക് പുറത്തുള്ള ആർക്കും ഒരു അറിവുമില്ല. അതാണ് പാർട്ടിയുടെ ഒരു ബലം. ഈ സിദ്ധിയുടെ ഒരു ഭാഗമാണ് പെട്ടെന്ന് ഒരു വലിയ സമ്മർദ്ദ ഘട്ടം ഉണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തന്നെ പ്രധാനപ്പെട്ട ആളുകളുടെ കഴുത്ത് അങ്ങോട്ട് ഉളുക്കും, വെടലി അങ്ങോട്ട് വെട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു രൂപം അങ്ങോട്ട് പ്രാപിക്കും. ഇത് തന്നെയാണ് സഖാവ് വീണ ജോർജിനും സംഭവിച്ചത്. ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത്. പിന്നെ അത്ഭുത സ്ഥിതി വീണ്ടും നീങ്ങുകയാണ്. ആ വെട്ടിയ പെടലിയും കൊണ്ട് സുസ്മേരവേദനയായി വേദന കടിച്ചമർത്തി പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയും പിന്നീട് പത്രപ്രവർത്തകരോട് സരസ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത് ലിഫ്റ്റിൽ കയറി 3-ാം പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിൻ കാത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു സിദ്ധി വരുന്നത്. അത് താങ്ങാനാവുന്നതായിരുന്നില്ല. അവിടെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ എന്ന ഒരു ചിന്ത. അതും ICUവിൽ തന്നെ പ്രവേശിപ്പിക്കണം. ജില്ലാ ആശുപത്രിയിൽ ആദ്യം പോവുകയും അതൊന്നും പോരാ, താൻ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ്, ചുരുങ്ങിയത് ഒരു മെഡിക്കൽ കോളേജിലെങ്കിലും അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആരോഗ്യരംഗത്തിന് അത് മോശമാകും. അങ്ങനെയാണ് വിഖ്യാതമായ സൗകര്യങ്ങളുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയത്. ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നു. സാധാരണ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പ്രാഥമിക പരിശോധനകൾ ഇതൊന്നും ഇല്ലാതെ തന്നെ രോഗനിർണയമൊക്കെ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ICUവിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. മെഡിക്കൽ ബോർഡുകൾ നിരന്തരം കൂടുന്നുണ്ട്. ഡിസ്ചാർജ് എന്നത് ഒരു കണിക പോലും സംശയമില്ല. കാരണം ഏതാനും മാസങ്ങൾ തന്നെ ഒരു പക്ഷേ ICUവിൽ കിടക്കേണ്ടി വരും എന്ന രീതിയിലാണ്. കാരണം ചിലർ ആക്രമണമല്ല, കഴുത്തിന് നേരെയായിരുന്നു ആക്രമണം. ആക്രോശിച്ചുകൊണ്ട് KSUവിന്റെ 4 പേർ ആക്രമണം അഴിച്ചുവിട്ട് കഴുത്തിന് നേരെയായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ കാട്ടുന്നത്. അതിനുശേഷം ഈ ഒരു ഡിസ്ചാർജ് വാങ്ങി സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ ഒരു ICUവിൽ നിന്നും മാറ്റുന്നത് വാർഡിലേക്കാണ്. എന്നിട്ട് ഏതാനും ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം പൂർണ്ണബോധ്യം ആണെങ്കിൽ, വിടാവുന്നതാണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി ഒരു വാഹനത്തിൽ വീട്ടിലേക്ക് പോകും. ഇതാണ്. പക്ഷെ ചരിത്രത്തിലാദ്യമായി, ഇദം പ്രഥമമായി കേരളത്തിൽ ഒരാൾ ICUവിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി റോഡ് മാർഗം 400 കിലോമീറ്റർ സഞ്ചരിച്ച് സ്വഭവനത്തിലെത്തുന്നു. ആ വീരാംഗനയുടെ ധൈര്യം അപാരം. അതുകൊണ്ടാണ് അത്ഭുത സിദ്ധികളുള്ള ഒരു വനിതയാണ്. കഴുത്തിന്റെ ബലവും അപാരം അല്ലേ സാറേ? അപാര കഴുത്ത്, ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കാത്ത ആ ചീറി നിന്ന ശൗര്യമുണ്ടല്ലോ. KSUവിനെ കണ്ടപ്പോ ഏതവനാടാ എന്ന് വിളിച്ചുകൊണ്ട് ചീറി നിന്ന. അപ്പോൾ ചിലരൊക്കെ പറയുന്നു അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ വെട്ടിയ കഴുത്താണ് എന്നാണ്. ഒരുപക്ഷെ അങ്ങനെ ചില സ്ഥല ജല വിഭ്രാന്തിയൊക്കെ ഉണ്ടാകും ചിലർക്ക്. പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുമ്പോൾ താൻ ആക്രമിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകുമെന്ന ചില ദോഷൈക ദൃക്കുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സംഭവം കുളമാക്കും. പക്ഷെ പാർട്ടിക്ക് ചില രീതികളുണ്ട്. എപ്പോഴാണ് ഉളുക്കേണ്ടത്, എങ്ങനെയാണ് ഉളുക്കേണ്ടത്, എങ്ങനെയാണ് തിരിയേണ്ടത്, അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നടപടി എന്താണ് എന്നതിനെ കുറിച്ച് CPI മാർക്സിസ്റ്റിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ ക്യാപ്സ്യൂൾ രൂപത്തിലോ ഗുളിക രൂപത്തിലോ കേരള സമൂഹത്തെ ധരിപ്പിക്കും. അത് ധരിപ്പിച്ച് മനസ്സിലായില്ലെങ്കിൽ അത് കേരള സമൂഹത്തിന്റെ കഴിവുകേടാണ് എന്നുകൂടി പറയേണ്ടി വരും. അവിടെയാണ് ആ പാർട്ടിയുടെ ഒരു വൈവിധ്യം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ധീരയായ ഒരു ആരോഗ്യമന്ത്രിയെ കിട്ടിയത് കേരളത്തിന് മഹാഭാഗ്യമായി നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ.
പക്ഷെ സാറേ, ഈ കേരള ജനത മുഴുവൻ സഖാക്കളല്ലല്ലോ ഈ ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ വിഴുങ്ങാനും. ഇപ്പൊ പാർട്ടി സഖാക്കളോട് പറഞ്ഞാൽ ഇപ്പൊ പകലല്ല രാത്രിയാണ്, രാത്രിയിൽ നിലാവുണ്ട് അല്ലെങ്കിൽ നിലാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് തുള്ളുന്ന പാർട്ടി സഖാക്കളുണ്ട്. പക്ഷെ കേരളത്തിലെ ജനത മുഴുവൻ അങ്ങനെ നിൽക്കുമോ സാറേ? അതിപ്പോ ഒരു വലിയ പ്രശ്നമായിരിക്കല്ലേ? കേരളത്തിന് ലേശം വിദ്യാഭ്യാസ യോഗ്യത കൂടിപ്പോയി. അതുകൊണ്ടാണ് ചങ്കെടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നന്ദിയില്ലാത്ത ആളുകൾ, സംവിധായകർ, അവരെത്രയോ ധീരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്ര ക്രൂരമായിട്ടാണ് KSUക്കാർ ആക്രമിച്ചത്. അതിനുശേഷം ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെറുതായിട്ടൊന്ന് ആ KSUക്കാരെ ഒന്ന് തലോടി വിടുകയല്ലേ ഉള്ളൂ, ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ. അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. അതികിരാതമായ ആക്രമണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനകത്ത്. നോക്കൂ, ഒരു ഇൻഡിഗോ വിമാനത്തിനകത്ത് ചിറ്റപ്പനും മുഖ്യമന്ത്രിയും സമാധാനമായി ഇരുന്നിടത്തേക്ക് ചീറി അടുത്തുകൊണ്ട് KSUക്കാർ കരിക്കുടി കാട്ടുകയും അസഭ്യം വിളിക്കുകയും കൊല്ലാൻ ആഞ്ഞെടുക്കുകയും ചെയ്തു. എന്നിട്ടും എത്രത്തോളം സമചിത്തതയോടുകൂടിയാണ് അത് നേരിട്ടത്. അതേസമയം മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യം അങ്ങനെയാണോ? അവിടെ ഏതാനും നൂറുകണക്കിന് ഡിവൈഎഫ്ഐക്കാർ സമാധാനപരമായി പ്രകടനം നടത്തി ഈ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാറിന് സമീപം എത്തിയപ്പോൾ എങ്ങനെയോ അബദ്ധത്തില് ഏതോ ഒരു കല്ല് എവിടെയോ തട്ടി ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് കൊണ്ടു, ചെറിയ ചോര പൊടിഞ്ഞു എന്നത് വലിയ വിവാദമാക്കിയില്ലേ UDFക്കാർ? ഇതൊക്കെയല്ലേ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് CPM എന്ന പാർട്ടിക്ക് അറിയാം എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കേണ്ടത്, കേരളം എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന്. അത് കേരളത്തിന് ലേശം ബുദ്ധി കൂടി പോയത് കൊണ്ടും ഏറെ സാക്ഷരത ഉണ്ടായത് കൊണ്ടും അനാവശ്യമായി തോന്നുന്ന ചില വിഭ്രാന്തികളാണ് ഇതൊക്കെ. അത് പാർട്ടി ജനങ്ങളുടെ കണ്ണ് തുറക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് CPMന്റെ പ്രതീക്ഷ. അതിനകത്ത് സാർ ഇതല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതിനേക്കാൾ വലിയൊരു സംഭവം കണ്ടു, അതിദാരുണമായ. കുറച്ച് വർഷങ്ങൾ മുമ്പാണ് നമ്മുടെ ശിവദാസ മേനോൻ, മന്ത്രിയൊക്കെ ആയിരുന്ന ശിവദാസ മേനോൻ ഒരിക്കൽ ഒരു ലാത്തിയടി കൊണ്ട്, പോലീസിന്റെ ലാത്തിയടി കൊണ്ട് ഇതുപോലെ ഒരു പ്രക്ഷോഭം നടന്നെടുത്ത് തല പൊട്ടി താഴെ വീഴുകയാണ്. സമയത്ത് പാലക്കാട്, അടുത്താണ് സംഭവം, പാലക്കാട് MP ആയിരുന്ന കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ തലയിൽ തടവിക്കൊണ്ട് ആ സ്വന്തം താടിയിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീൻ കണ്ടു. എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം 75 വയസ്സാകാറായ ഒരാളിനെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ രക്തം വാർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ തലയിലെ രക്തം ഇങ്ങനെ കൃഷ്ണദാസിന്റെ താടിയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കൃഷ്ണദാസിന്റെ താടി പൊട്ടി ഒലിച്ച് ചോര ഒലിക്കുന്നതായിട്ട് തോന്നണം. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കാണിക്കാൻ അങ്ങനെയാണ് മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നത്. മുദ്രാവാക്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമല്ലേ? ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും എന്ന മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ അവിടെ ചോര പൊടിയണം. കഴിയുമെങ്കിൽ രക്തസാക്ഷിത്വം ഉണ്ടാക്കണം. MP രാഘവൻ എന്തോ ഒരു പ്രയോജനമാണ് ചെയ്തത് CPMന്. കൂത്തുപറമ്പിലെ വെടിവെപ്പ് നടന്നപ്പോൾ രക്തസാക്ഷികൾ ഉണ്ടായില്ലേ? അതുകൊണ്ട് സഖാവ് MP രാഘവനോട് അന്ന് എത്രത്തോളം ആദരവ് CPMന് ഉണ്ടായി കാണാം. ആ ആദരവ് അന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേണ്ട രീതിയിൽ ബഹുമാനം കാണിക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് MP രാഘവന്റെ മകൻ ശ്രീ MP നികേഷ് കുമാറിനെ അഭ്രപാളികളിൽ നിന്നും താഴെ ഇറക്കി പാർട്ടിക്ക് വേണ്ടി ചാവേറായി നിയോഗിച്ചത്. അതുകൊണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായും ഒരുപാട്, അത് മാത്രമല്ല പുരുഷന്മാരുടെ കാര്യം പോട്ടെ, സ്ത്രീകൾ എത്ര വീരാംഗനകളാണ് പാർട്ടിക്ക് വേണ്ടി അംഗം വെട്ടിയത്. ഒരു ക്രൂരനായ ബസ് ഡ്രൈവറെ എത്ര ലാഘവത്തോടു കൂടിയാണ്, എത്ര ധീരമായിട്ടാണ് ഈ സ്പീക്കറായി അവിടെ നഗരസഭാ അധ്യക്ഷനായിരുന്ന ഒരു യുവകേസരി നേരിട്ടതെന്ന് നോക്കൂ. ഇവിടെയാണ്. അതുപോലെ PP ദിവ്യ എന്ന എത്രയോ കഴിവുള്ള ആളാണ് കണ്ണൂര്. PP ദിവ്യ അല്ലേ നവീൻ ബാബു എന്ന അഴിമതിക്കാരനായ ആളെ നിലയ്ക്ക് നിർത്തിയത്. അപ്പൊ അത്രത്തോളം ധീരമായ പോരാട്ടങ്ങൾ നടത്തുന്ന CPI മാർക്സിസ്റ്റിനെ കുറിച്ച് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒരു ചുക്കും അറിയില്ല. ഇവരൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ്. ഇതെല്ലാം ക്യാപ്സ്യൂളാണ്, നാടകമാണ്, ഇതെല്ലാം തന്നെ കുറെ ട്രോളുകൾ വരികയാണ്, പിടലി അമ്മായി അല്ലെങ്കിൽ മറ്റു ചില പേരുകൾ. ഇതൊക്കെ എത്രയോ മ്ലേച്ഛമാണ്. എത്ര ഉദാത്തമായ, സമാധാനപരമായ, കുലീനമായ, ഉദാത്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സമാധാനപരമായ ബോംബെറിയാൻ വരെ ഈ പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെ വീടുക്കിന് നേരെ വളരെ സമാധാനപരമായി ബോംബെറിയാൻ വരെ കഴിയുന്ന രീതിയിൽ വളർന്ന ഒരു പാർട്ടിയെ എന്തിനാണ് വെറുതെ കടന്നാക്രമിക്കുക? ഇതൊക്കെ മാധ്യമ അജണ്ടയാണ് സാറേ. ഒരു രീതിയിലും ആ മാധ്യമ അജണ്ട അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നതാണ് എന്റെ പക്ഷം. അത് പ്രധാന കാരണം സാറേ, ഈ പൊതുജീവൻ യാത്ര VD സതീശൻ നടത്തുന്നത് വലിയ ജനശ്രദ്ധ ആകർഷിച്ചു വരുമ്പം
അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഡ്രാമകൾ വന്നില്ലെങ്കിൽ അതിന്റെ ആ ശോഭ ഇങ്ങനെ നിന്നുപോയാൽ ഒരു പക്ഷേ മൂന്നാം ഊഴം വെള്ളത്തിലാകുമോ എന്ന് പാർട്ടി സംശയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അത് അതേ നുണപ്രചരണം. അതെ, വി ഡി സതീശൻ നടത്തുന്ന യാത്ര നുണപ്രചരണ യാത്രയല്ലേ നടത്തുന്നത്? സത്യം എന്താണ് എന്ന് താഴെ ഡെമോക്രാറ്റിക് സെൻട്രലിസം അനുസരിച്ച് താഴെ തട്ടിൽ നിന്ന് തന്നെ സത്യം ഇങ്ങനെ കുമളയായിട്ട് വരും. ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ് എന്ന് വേണ്ട പോളിറ്റ് ബ്യൂറോ വരെ എത്തി സത്യം എന്താണെന്ന് ജനറൽ സെക്രട്ടറി പറയും. അതാകുന്നു സത്യം. കോൺഗ്രസിന് അങ്ങനെ വല്ലേ ഉണ്ടോ? ഇതൊക്കെ വെറും ആൾക്കൂട്ടമല്ലേ? കുറെ നുണയും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി നടക്കുകയാണ്, കേരളത്തെ അങ്ങ് മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള യാത്രയെക്കുറിച്ചൊക്കെ CPI മാർക്സിസ്റ്റിന് യാതൊരു മതിപ്പുമില്ല. അതുകൊണ്ടാണ് അവിടെ കാണുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് വെറും ഡിസ്റ്റോർഷൻ ആണ്. കൗതുകത്തിന് വരുന്ന ആളാണ് കേട്ടോ, അതൊന്നും വോട്ടായി മാറില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഭരണകക്ഷിയായ CPM മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും. അപ്പൊ ഈ ഡ്രാമകൾ തുടർന്നാൽ ജനങ്ങൾ വീണ്ടും മൂന്നാം ഊഴം ഉണ്ടാക്കും എന്ന് പാർട്ടി കരുതുന്ന പോലെ ജനങ്ങളും കരുതുമെന്ന് വിശ്വസിക്കാം അല്ലേ? അല്ലെങ്കിൽ തീർച്ചയായും ഈ ആർട്ട് പടമൊക്കെ ആർക്കാണ് സാറേ ഇഷ്ടം? വേണുഗോപാൽ സാറേ, ഈ പിന്നെ വലിയ അവാർഡ് വിന്നിങ് പടത്തിനേക്കാളും ഒക്കെ എത്ര നല്ലതാണ് ഇച്ചിരി മസാലയും എരിവും പുളിയും ഒക്കെയുള്ള പടങ്ങൾ. ഇതുപോലെയല്ലേ കേരള രാഷ്ട്രീയം? സ്വല്പം തമാശ, സ്വല്പം പിന്നെ വിവാദം, സ്വല്പം അഭിനയം, തട്ടുപൊളിപ്പൻ പ്രകടനങ്ങള്, ഭയങ്കര മാസ് ഡയലോഗുകൾ, ഇതൊക്കെയല്ലേ കേരള രാഷ്ട്രീയത്തെ സജീവമായി നിൽക്കുന്നത്, മാധ്യമങ്ങളെ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു സ്റ്റേജ് ഷോ ആയി, രാഷ്ട്രീയം തന്നെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആയി മാറുമ്പോഴാണ്. അതുകൊണ്ട് ഇനിയും നാടകങ്ങൾ പ്രതീക്ഷിക്കാം, ഏറെ നാടകങ്ങൾ കേരള ജനതയ്ക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പാണ് വരുന്നത്, നോ ഹോൾഡ് ബാർഡ് ഫൈറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് UDF-നും LDF-നും ഏറെ നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് നേടാനും നഷ്ടപ്പെടാനും ഉള്ളത് കൊണ്ട് തീർച്ചയായും ഇവിടെ BJP കാഴ്ചക്കാരാ നിൽക്കുകയാണ്. അവിടെ ഒരു നാടക നടനെയോ നടിയോ ഇറക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അവരും രംഗം കൊഴുപ്പിക്കാൻ അവരും കടന്നു വരുമെന്ന് തന്നെയാണ് സാറേ എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഒരു ത്രികോണ നാടകത്തിന്റെ, രാഷ്ട്രീയ നാടകത്തിന്റെ, ഉദ്വേഗജനകമായ രാഷ്ട്രീയ നാടകത്തിന്റെ കേളിക്കൊട്ട് ഉയർന്നു കഴിഞ്ഞു. അത് ഒരു 100 ദിവസത്തിനുള്ളിൽ ഈ നാടകത്തിന് കർട്ടൻ വീഴുന്നതിന് മുൻപ് കൃത്യമായി അത് സുഖപര്യവസായി ആയിരിക്കുമോ, ദുഃഖപര്യവസായി ആയിരിക്കുമോ, ട്രാജിക് കോമഡി ആവുമോ, കോമിക് ട്രാജഡി ആവുമോ എന്ന കാര്യത്തിൽ മാത്രമേ ലേശം സംശയമുള്ളൂ. ഇതിപ്പോ കേരളത്തിലെ ജനതയ്ക്ക് വലിയൊരു പ്രശ്നമായിരിക്കുന്നു. കാരണം മുമ്പൊക്കെ ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന് എതിരെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്താൽ മതി. ഇപ്പം ഏതാണ്ട് 3 കക്ഷികൾ, 3 മുന്നണികൾ ഒന്നിച്ചു വന്ന് നിൽക്കുന്നു. അപ്പോ ഒരു വിഭാഗം 34% വോട്ട് പിടിക്കുന്നു, LDF. അതുപോലെ തന്നെ UDF-ന് ഇപ്പം 37% വരെ ഉണ്ടെന്ന് പറയുന്നു. 17% മുതൽ 20% വരെ BJP പിടിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സൂക്ഷിച്ച് വോട്ട് ചെയ്യുക, ഈ നാടകത്തിന്റെ ജഡ്ജ്മെന്റ് വളരെ ബുദ്ധിപൂർവ്വം നടത്തുക എന്നുള്ളൊരു വലിയ പ്രക്രിയ കൂടെ കേരളത്തിലെ ജനതയുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നല്ല ജഡ്ജായി മാറാൻ ജനത തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വല്ലാത്തൊരു ഗവൺമെന്റിനെ ആവോ കിട്ടുക എന്നൊരു ഭയവും കൂടി ഇല്ലേ സാർ? തീർച്ചയായും കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നത് ഇതാണ്: ഇറ്റേണൽ വിജിലൻസ് ഈസ് ദി പ്രൈസ് ഓഫ് ഡെമോക്രസി. അതാണ് ട്രോഫി. ഇറ്റേണലി വിജിലന്റ് ആയിരിക്കുക, ജാഗരൂകരായിരിക്കുക, ജാഗ്രതയോടെ നിൽക്കുക. ഈ കാണുന്ന നാടകങ്ങൾ നാടകങ്ങളാണ് എന്ന് മനസ്സിലാക്കി കതിരും പതിരും തെളിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം കേരള ജനത കാട്ടും, എക്കാലത്തും കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് പ്രതീക്ഷ. കേരളത്തിന്റെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ് കേരളം. അതുകൊണ്ട് ഈ വർഗീയവാദികളോ വംശീയവാദികളോ പ്രാദേശികവാദികളോ നെഗറ്റീവ് ക്യാമ്പയിനുകളോ നാടക കളരിക്കാരോ ഒന്നും തന്നെ കേരളത്തെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നോക്കി, കൃത്യമായ സ്ഥാനാർത്ഥി പറയുന്ന കൃത്യമായ രാഷ്ട്രീയം നോക്കി, വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി വോട്ട് ചെയ്യാൻ കേരള ജനതയ്ക്ക് കഴിയും. മറ്റെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള, ട്രോളുകൾക്കുള്ള വേദിയായി വിട്ടുകൊടുത്തുകൊണ്ട്, ട്രോളുകളുടെ പ്രാധാന്യത്തെ അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അതാണ് രാഷ്ട്രീയത്തെ ആവേശകരമാക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ വളരെ ഗൗരവപൂർവമായ ഒരു വിഷയമാണ് സംസാരിച്ചത് എങ്കിലും വളരെ ലാഘവത്തോടെ അത് എടുക്കാനുള്ള കാരണം ട്രോളുകളെ ട്രോളുകളുടെ വഴിക്ക് വിടുക, നാടകത്തെ നാടകത്തിന്റെ വഴിക്ക് വിടുക. ഈ വ്യക്തികൾ, ഈ MM മണി ഉൾപ്പെടെയുള്ള വ്യക്തികൾ കേരളത്തിന്റെ രാഷ്ട്രീയ
ചിത്രത്തിന് നൽകുന്ന ഒരു മിഴിവും തെളിവുണ്ട്. ഇവർക്ക് 4 ഡയലോഗ് പറയാനില്ല എങ്കിൽ പണ്ട് മുൻകാലങ്ങളിൽ ഇ കെ നായർ എത്രയോ നർമ്മസല്ലാപത്തിന്റെ പേര് കേട്ട ആളാണ്. അതുപോലെ കെ കരുണാകരൻ, കണ്ണിറുക്കിയുള്ള കെ കരുണാകരൻ ഒരു ചിരി, അത് എത്രയോ വാചാലമായിരുന്ന ആ ചിരി. അപ്പൊ ഇതൊക്കെ ആസ്വദിക്കാനും അതേസമയം തങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയം പ്രകടിപ്പിക്കാനും കേരളത്തിന് ദിശാബോധം നൽകാനും പ്രബുദ്ധരായ സംവിധായകർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങളെ സരസമായി കാണാനായിട്ട് ഒരു നായനാരുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളെ അതിനേക്കാൾ സീരിയസ് ആയി കാണാനുള്ള ഒരു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളെ പലപ്പോഴും പടക്കുതിരയായി നിന്ന് നേരിടാൻ കഴിയുന്ന ഒരു എം വി രാഘവൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നാടകമേ ഉലകം എന്നായിരിക്കുന്നു. അപ്പോ കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്ത് ഞങ്ങളുടെ അടുത്ത 5 വർഷം കേരളം ആർക്ക് കൈമാറണം എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കൊരു വീട് ഒരാൾക്ക് കൈമാറുമ്പോൾ പോലും വാടക കൊടുത്താൽ പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഇത് ആരാണ്, ഇയാൾ ഇനി വീട്ടിൽ വന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഈ വീട് അടിച്ചു പൊളിച്ചു കളയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ ഒരു ഇലക്ഷനിലൂടെ നമ്മൾ ഒരാൾക്ക് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതാനും പാർട്ടികൾക്ക് കൈമാറുമ്പോൾ ജനാധിപത്യത്തിൽ വളരെ സൂക്ഷിക്കാനുണ്ടെന്നുള്ളതാണ് സാറ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മത കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതു തരത്തിലുള്ള സർക്കാരായിരിക്കും എന്നുള്ളത് നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ നാടകാന്തം കവിത്വം തന്നെ ഉണ്ടായി ബോധപൂർവം വോട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാർ.